നമ്മളിപ്പോൾ എല്ലായിടത്തും കേട്ട് വരുന്നൊരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് മന്ത്ലി ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് കുറേ വർഷങ്ങളിലേക്ക് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോടീശ്വരന്മാരാവാമെന്നുള്ള സംഭവം നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട്. നമ്മളതിനെ SIP എന്നൊക്കെ വിളിക്കും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. കോമ്പൗണ്ടിങ് ത്രൂ നമുക്ക് കോടികൾ ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സംഭവം ശരി തന്നെയാണ്. എല്ലാം ഒന്നും ഒരിക്കലും പറയുന്നില്ല. SIP പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ മന്ത്ലി കറക്റ്റ് ഒരു എമൗണ്ട് ഒരു 5K അല്ലെങ്കിൽ 10K നമ്മൾ എല്ലാ മാസവും അടുത്തൊരു 20-30 വർഷത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് കോടികൾ ഉണ്ടാക്കുക എന്നുള്ളത് പറയുന്നത് ശരി തന്നെയാണ്. നമ്മൾ റിട്ടേൺസ് കോടികൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റെപ്പപ്പും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റെപ്പപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ, നമ്മൾ എല്ലാ വർഷവും ഇടുന്ന എമൗണ്ട് ഒരു 10% കൂട്ടുക. പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, ആ പെർസെൻറ്റേജ് കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വർഷം നിങ്ങൾ 5000 ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളത് 5500 ആക്കുക. ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ഇത്ര വർഷത്തേക്ക് പോകാണ്ട് നിങ്ങൾ കോടികൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സംഭവം ശരിയാണ്. ബട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് ആക്ച്വലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഇവിടെ പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഒരു 30 വർഷം കഴിഞ്ഞ് നമുക്ക് എത്രയോ കോടികൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കോടികൾ ഇന്നത്തെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് എത്ര ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു സംഭവം. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കാണിച്ചു തരാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഈ ഒരു SIPൻ്റെ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനത് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് നിങ്ങളിവിടെ കാണിച്ചു തരാം. ജസ്റ്റ് മന്ത്ലി, ഞാൻ വലിയ എമൗണ്ട് ഒന്നും ഇടുന്നില്ല. മന്ത്ലി നിങ്ങൾ ജസ്റ്റ് എന്താക്കുകയാണ്, ഒരു 5000. ഓക്കെ, എക്സ്ട്രാ ഒന്നും വേണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് മന്ത്ലി 5000 നിങ്ങൾ എന്താക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കിക്കാം. ഓക്കെ, നിങ്ങൾ ആനുവൽ സ്റ്റെപ്പപ്പ് ഒരു 10% വെക്കാണ്. ആനുവൽ സ്റ്റെപ്പപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു വർഷം 5000 ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്താക്കുക, അതിൻ്റെ ഒരു 10% കൂട്ടുക. അപ്പോൾ എത്ര 5500. അതിൻ്റെ അടുത്ത വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു 10% കൂട്ടുക. അങ്ങനെ 10% സ്റ്റെപ്പപ്പ് ചെയ്തും കൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 12% ഇയർലി റിട്ടേൺസ് ഉണ്ടെന്ന് കൂട്ടിക്കും. ഓക്കെ, നമുക്ക് എത്ര വർഷത്തേക്കാണ് ഇടുന്നത് ആ എല്ലാ വർഷത്തിൻ്റെ ആവറേജ് കൂട്ടുമ്പോൾ 12% ഉണ്ടെന്ന് കൂട്ടിക്കും. ഓക്കെ, 12% വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ നിഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒരു 13-14% നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഇടുന്നത് ഇപ്പോൾ എക്സാക്ട്ലി നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു ലെറ്റ്സ് സേ ഒരു 20 വയസ്സാണെന്നുണ്ടെങ്കിൽ 45 വയസ്സ് വരെ ഇടാണെന്ന് കൂട്ടിക്കും. ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് പോട്ടെ, ഒരു 20 ഇയേഴ്സ് നിങ്ങൾ ഇടാണെന്ന് കൂട്ടിക്കും. ഓക്കെ, നിങ്ങൾക്ക് 40 വയസ്സാണ്. ഓക്കെ, സോ നിങ്ങളിവിടുത്തെ ബ്യൂട്ടി കണ്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. 34,36,500 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, ഇൻവെസ്റ്റഡ് എമൗണ്ട്. നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 58,79,192 റുപ്പീസാണ്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 കോടിൻ്റെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്. നമ്മൾ 20 ഇയേഴ്സിലേക്ക് അവിടുത്തെ കാണിച്ചു കേട്ടോ. ബട്ട് ഇവിടുത്തെ റിയൽ ബ്യൂട്ടി എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ 20 ഉള്ളത് ജസ്റ്റ് ഒരു 5 ഇയേഴ്സും കൂടി കൂട്ടണം. ഈ 20 ഉള്ളത് ജസ്റ്റ് 25 ആക്കണം. അതായത് നിങ്ങൾ 20-ആം വയസ്സിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് 40 ഉള്ളത് 45 വയസ്സിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്ന് കൂട്ടിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 25 ഇയേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 ഇയേഴ്സ് കൊണ്ട് ഒറ്റയടിക്കേണ്ടായ ജമ്പുകളുണ്ടോ, ഓൾമോസ്റ്റ് 96 ലക്ഷത്തിൽ നിന്ന് എത്രയിലേക്ക് മാറി, 1,96 ലക്ഷത്തിലേക്ക് മാറി. ഇതാണ് SIPൻ്റെ ആക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചിട്ട്, നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് 5Kക്ക് പകരം ഒരു 10K ആണ് ഇടുന്നതെന്ന് കൂട്ടിക്കും. ഓക്കെ, അടുത്ത 25 ഇയേഴ്സിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഒരു 12% ആണ്, സ്റ്റെപ്പപ്പ് 10% ആണ്. ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 3,93 lakhs, ഓൾമോസ്റ്റ് 4 lakh നിങ്ങൾക്ക് അവിടെ എന്തുണ്ട് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഒരു 25 വർഷം കൊണ്ട് നിങ്ങൾ ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1-1.25 കോടി രൂപയാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ 25 മാറി 30 ആക്കി. ഇതിപ്പോൾ എല്ലാവരും നിങ്ങളെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 50 ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ നിങ്ങൾ ഈ 20-ആം വയസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് 50-ആം വയസ്സ് വരെ നിങ്ങൾ ഇടാണെന്ന് കൂട്ടിക്കും. 30 ഇയേഴ്സ് നിങ്ങളെ റിട്ടേൺസ് നിങ്ങൾ കണ്ടോ. അത് നിങ്ങൾ ഓൾമോസ്റ്റ് 2 കോടിനടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം റിട്ടേൺസ് കിട്ടുന്നത് ഓൾമോസ്റ്റ് 8 കോടിയാണ്. 8 കോടി. സോ ഇതാണ് നമ്മളെ SIPൻ്റെ ബ്യൂട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ടിങ് പവർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇട്ട പൈസനെ വീണ്ടും വീണ്ടും അതിലേക്ക് വന്ന് നമുക്ക് ടോട്ടൽ കിട്ടുന്ന റിട്ടേൺസ് ആണ് ഈ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ ഇതേപോലെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ നമ്മളതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കൂട്ടിക്കും. ഒരു 10K ഉള്ളത് ഒരു ലെറ്റ്സ് സേ ഒരു 15K, രണ്ടാളും കൂടി ഒരു 15K ഇടുകയാണെന്ന് കൂട്ടിക്കും. അപ്പോൾ നിങ്ങൾ റിട്ടേൺസ് നോക്കും, ഏകദേശം 12 കോടി നിങ്ങൾ റിട്ടേൺസ് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. ഇത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും വെറുതെ ഫേക്കായിട്ട് പറയുന്ന സംഭവമൊന്നുമല്ല.
ബട്ട് ഇവിടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നം എന്താ വരുന്നത് വെച്ചാൽ, നമ്മളിവിടെ കേൾക്കുമ്പോൾ എന്താണ് ഓക്കെ, നമുക്കിവിടെ ഒരു ചെറിയ വലിയ എമൗണ്ട് ഒന്നും വേണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ ജസ്റ്റ് ലെറ്റ്സ് എന്താ ഒരു 10,000 വെച്ചിട്ട് ഒരു 30 ഇയേഴ്സ്, 10,000 ഒരു 5K വെച്ചിട്ട്, ഓക്കെ, ജസ്റ്റ് ഒരു 5K വെച്ചിട്ട് നമ്മൾ എന്താക്കാണ് 30 ഇയേഴ്സിലേക്ക് ഇടുകയാണ്. ഒരു 10% സ്റ്റെപ്പ് അപ്പിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12%. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു 4 CR ആ റേഞ്ചാണ് വരുന്നത്. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് മൊത്തം എത്ര ഇൻവെസ്റ്റ് ചെയ്തു? ഓൾമോസ്റ്റ് 1 കോടിൻ്റെ അടുത്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ ക്യാച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് 4 കോടി റിട്ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓക്കെ ഗ്രേറ്റ്. ഇവിടുത്തെ ഒരു ഇഷ്യൂ ഇവിടെ വരുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ജസ്റ്റ് എന്താക്കി തരാം, ഒന്ന് ജെമിനൈ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ജെമിനൈയിൽ ഞാൻ ജസ്റ്റ് എന്താക്കടാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് വിൽ ബി ദി വാല്യൂ 4 CR ആണ് നമ്മൾ റിട്ടേൺസ് കിട്ടിയത്, 4 CR ആഫ്റ്റർ 30 വർഷം കഴിഞ്ഞിട്ടാണ് 4 CR കിട്ടുന്നത് കേട്ടോ, 30 ഇയേഴ്സ് ഇൻ ടുഡേയ്സ് വാല്യൂ. ഓക്കെ, നിങ്ങൾ തന്നെ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 30 കൊല്ലം കഴിഞ്ഞാൽ അന്നത്തെ 4 കോടി എന്ന് പറയുന്നത് 5% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അന്നത്തെ 4 കോടി എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ വെറും 92 ലക്ഷം, അല്ലെങ്കിൽ ആവറേജ് ഒരു 1 CRൻ്റെ വാല്യൂ വരുന്നുള്ളൂ. ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ നിങ്ങൾ വലിയൊന്നും ആലോചിക്കേണ്ട. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു വീട് ഞാൻ ഇന്നൊരു 92 ലക്ഷം കൊടുത്തിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെയിം വീട് ഞാൻ 30 കൊല്ലം കഴിഞ്ഞിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താക്കണം, 4 കോടി കൊടുക്കണം. അത് നമ്മൾ അന്നത്തെ 4 കോടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ 92 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ളൂ. ഇനി 6% ആണ് ഇൻഫ്ലേഷൻ എന്ന് കൂട്ടിക്കും. അതായത് നമ്മളെ ഇയർലി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആവറേജ് 6% ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ 4 കോടിക്ക് ഇന്നത്തെ 70 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ളൂ. അതായത് ഇന്ന് നമ്മളൊരു 70 ലക്ഷം മുടക്കി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സാധനം 30 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 കോടി കൊടുക്കണം. ഓക്കെ, സോ ഇതാണ് ഇൻഫ്ലേഷൻ പല ആൾക്കാരും മിസ് ചെയ്യുന്നത്. എല്ലാവരും ജസ്റ്റ് എന്താ നോക്കൽ, ഈ ഒരു സംഭവം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇൻഫ്ലേഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്ത് മനസ്സിലാവുള്ളൂ, നമ്മൾ റിട്ടേൺസ് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ തീരുമാനിക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടി സാധനമാണോ അല്ലേ എന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ലടാ, ഇൻഫ്ലേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ബട്ട് ഇവിടുത്തെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ഒന്നും നിങ്ങൾ എടുത്തു വെക്കാത്തതിനേക്കാൾ ബെറ്ററാണ് ഈ പറഞ്ഞ ചെറിയ എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട്. ഓക്കെ, സോ വൈസ്ലി ഡിസിഷൻ എടുക്കുക. SIP തുടങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്താക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച SIP ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷനാണ് എന്നല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ സെയിം പൈസ ഒരു FDയിലോ അല്ലെങ്കിൽ സേവിങ്സിലോ ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് താഴത്തേക്കേ പോവുള്ളൂ. ബട്ട് നമ്മൾ വിചാരിക്കുന്ന കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ അവിടെയുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഫ്ലേഷൻ ഉണ്ട്. ആ ഇൻഫ്ലേഷനെ കൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നോക്കിയാലും ഇപ്പോൾ SIP പൈസ ഉണ്ടാക്കുക, കോടീശ്വരനാവുക എന്നുള്ളത് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാച്ച് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് ഡീപ്ലി പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കാം. ഡീപ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വലിയ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ കണ്ടിട്ട് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്താക്കുക, ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.